ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സൂപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിലേക്ക്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനിയും ഇത് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത്, ഉള്ളിയുടെ കുറച്ച് തണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ കളറൊന്ന് മാറി വരുന്നത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ അത് മാറി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കിനെ കൊണ്ടിട്ടാണ് ഇതിപ്പം ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ച് നമുക്കിന്ന് ഇപ്പോൾ എൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. ഒരു 4 വിസിലോളം വന്നതിന് ശേഷമാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ഒരു മുട്ട നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ ജ്യൂസൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചിക്കനൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ചിക്കൻ തണുത്തതിന് ശേഷം നമ്മൾ ചിക്കനെല്ലാം ചെറിയ പീസസ്സായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കനെല്ലാം ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം തണുത്തിട്ട് നമുക്കിതൊന്ന് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മളെല്ലാം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലവർ നമ്മളിവിടെ കലക്കി വെച്ചേക്കുന്നത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. സോയ സോസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് നമ്മൾ ഇത് എടുത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട ഇതേപോലെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തവി കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് വിനീഗറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയുടെ ഇല കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിൽ